ഒരു ഗ്രാമാന്തരീക്ഷം. ആ ഗ്രാമത്തിൻ്റെ ഒരു കോണിൽ ഒരു വിധവയും അവളുടെ പ്രിയങ്കരിയായ ഒരു മകളും ജീവിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരു സ്ത്രീ എന്ന് വേണം പറയാം. ക്രിസ്മസ് അടുത്തെത്താറായി. മകൾക്ക് വളരെ ഒരു ആലോചന ഉണ്ടാകുന്നു. ഈ പ്രാവശ്യം ഒരു ക്രിസ്മസ് നക്ഷത്രം വീട്ടിൽ തൂക്കണം. ഈ ആഗ്രഹം അമ്മയോട് പറഞ്ഞു. അമ്മ മറുപടി പറഞ്ഞു, നമ്മുടെ വീട് മുന്നോട്ട് പോകുന്നത് വളരെ കഷ്ടത്തിലാണ്. ഒരു നക്ഷത്രം വാങ്ങിക്കുവാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല. വളരെ ദുഃഖത്തോടു കൂടി ഈ മകൾ ഉറങ്ങുവാൻ പോയി. അമ്മയുടെ മനസ്സിലും ഈ ഒരു ചിന്ത ഉണ്ടായി. മകൾ ചോദിച്ച കാര്യമാണ്, അതെങ്ങനെയെങ്കിലും നിവർത്തി കൊടുക്കണം. അവൾ ചിന്തിച്ചു, എങ്ങനെ ഒരു നക്ഷത്രം ഉണ്ടാക്കാം. ആ രാത്രി അവർ രണ്ടുപേരും ഉറങ്ങുവാൻ പോയി. അടുത്ത ദിവസം ഈ അമ്മ ഒരു പത്രം എടുത്തുകൊണ്ട് ആ പത്രം ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ മെനഞ്ഞ് അവൾ തൻ്റെ വീടിൻ്റെ മുൻപിൽ തൂക്കുകയാണ്. സ്കൂളിൽ പോയ കുഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് പത്രം കൊണ്ട് ഉണ്ടാക്കിയ ഒരു നക്ഷത്രം. അവൾ ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതല്ല ഞാൻ സ്വപ്നത്തിൽ ആഗ്രഹിച്ച നക്ഷത്രം. അമ്മ പറഞ്ഞു, നമ്മുടെ അവസ്ഥ നിനക്കറിയാമല്ലോ, പണം തീരെയില്ല. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയാണ്. നമ്മുടെ സ്നേഹമാണ് ഈ നക്ഷത്രത്തിൽ നാം കാണുന്നത്. രാത്രിയായി പാതിര കുർബാനക്കായിട്ട് പോയി കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ നക്ഷത്രം കാണുകയാണ്. വളരെ പ്രകാശമുള്ളതായിട്ട് തോന്നി. അവർ ഈ അമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ നക്ഷത്രം വളരെ പ്രകാശമുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? ഈ അമ്മ പറഞ്ഞു, ഞങ്ങൾ ഈ നക്ഷത്രത്തിൽ ഞങ്ങളുടെ സ്നേഹം മുഴുവനും കൊടുത്തു. ഈ സ്നേഹം കൊടുത്തത് കൊണ്ട് ദൈവം ഞങ്ങളുടെ മുൻപിൽ ഒരു പ്രകാശമായിട്ട് മാറി. എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മൾ കാണും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, ജീവിതത്തിൻ്റെ ഏതൊരു കോണിലും ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഉണ്ട് എന്ന്. നമ്മൾ സ്നേഹം നിമിത്തം, സ്നേഹം കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം പൊതിയുമ്പോൾ, സ്നേഹം കൊടുക്കുമ്പോൾ അവിടെ ദൈവം ഒരു വാൽനക്ഷത്രമായി, ഒരു പ്രകാശമായി നമ്മുടെ മുന്നിൽ വരും. സ്നേഹം നിറഞ്ഞവരെ, ഈ ക്രിസ്മസ് നമുക്ക് സ്നേഹത്താൽ പൊതിയാം. ഒരുപക്ഷെ കഷ്ടപ്പാടുകളുടെ നടുവിലും സഹനങ്ങളുടെ മധ്യയും സ്നേഹമുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുനാഥൻ ഒരു പ്രകാശമായിട്ട് മാറും. ഈ കുടുംബത്തിൽ ക്രിസ്തുനാഥൻ പ്രകാശമായിട്ട് ജനിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിലും ഹൃദയത്തിലും ക്രിസ്തുനാഥൻ ഒരു പ്രകാശമായിട്ട് മാറട്ടെ.